ഹായ് ഫ്രണ്ട്സ് ടെറിട്ട് അങ്ങനെ 7 മെമ്പേഴ്സ് ബോയ്സ് ഇന്ത്യയൊക്കെ വന്നായിരുന്നു. ഓരോരോ പ്ലേസിലുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ട് ഹീറോയിൻ നന്നായിട്ട് ഉറങ്ങായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് ഓടി വന്ന് മച്ചി എടി മണിച്ചി മച്ചി എണീട്ടി എണി പോടി എനിക്ക് കുറച്ച് ഉറങ്ങി വരാം. ഇന്ന് കോളേജ് ഒന്നുമില്ല മണ്ടി ഇന്നെ ഒരാൾ വന്നിട്ട് അവർ വന്നിട്ടുണ്ട്. ആരാന്ന് ആയിഷ പറയുന്നു. ആരടി വന്നത്? എടി അവർ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്, ആക്ട്രസ് ബോയ്സ് അവർ വന്നിട്ടുണ്ട് എടി. എന്ത് അവർ വന്നിട്ടുണ്ടോ? അതേ മച്ചി അവരെല്ലാം വന്നിട്ടുണ്ട്. ഹാൻസമായിട്ട് ആ ബോയ് വന്നിട്ടുണ്ട് വരുന്നത്. ഹീറോയ്ക്ക് അയ്യോ വന്നിട്ടുണ്ടോ? ഗേൾ ഫ്രണ്ട് ഉണ്ടാ എടി മണ്ടി അവരിൽ ആ ഗേൾ ഫ്രണ്ട് ഒരുവേള ഗേൾ ഫ്രണ്ടിൽ എന്താ ചെയ്യുക? ഹീറോയെ ഓർക്കായിരുന്നു എന്താ ചെയ്യുക. ഹീറോയിന് ചേട്ടാ വായി പളന്ന് വന്നായിരുന്നു. ആ അമ്മ എനിക്കൊരു കോഫി വേണം. എന്ത് പറഞ്ഞ എന്താണ് റൂമിൻ്റെ ഉള്ളിൽ ചെയ്തത്? ഇല്ലമ്മോ ഞാൻ പുതിയ ഒരു കണ്ടുപിടിപ്പ് കൊണ്ടിട്ടുണ്ട്, ഞാൻ പോയിട്ട് കണ്ടുപിടിച്ച് വന്നതാ എന്ന് ഹീറോയിനോട് പറയായിരുന്നു. ഹീറോയിൻ അമ്മയോട് എന്താണ് നീ കണ്ടുപിടിച്ച് വന്നത്? മമ്മി ഞാനൊരു പുതിയൊരു ഗ്രഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഗ്രഹത്തിൽ ഞാനൊരു കല്ല് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ കല്ലിൽ എന്താ ഉണ്ടാവും പറഞ്ഞ എന്ത് ആനിമൽസാ എന്ത് നമുക്ക് എന്താവും അത് പറഞ്ഞ് അത് നടക്കും എന്ന് ഹീറോയിൻ്റെ മമ്മീനോട് പറഞ്ഞാണ് ഹീറോയിൻ്റെ ചേട്ടൻ. ഹീറോയ്ക്ക് അത് കേട്ട് ഷോക്കായിരുന്നു. ഇച്ച പ്ലീസ് ചേട്ടാ എന്ത് പറഞ്ഞ കല്ലിൽ നടക്കുമോ? അതെ ഈ കല്ലിൽ നടക്കും. അത് മാത്രമല്ല ഈ കല്ല് തൊട്ട് പോരുത്. എനിക്ക് കുറച്ച് ടൂർ പോകാനുണ്ട്, ഞാൻ ടൂർ പോയിട്ട് വരാമ്മ, എനിക്ക് കുറച്ച് ലേറ്റായി. ഇത് ഇവളെടുക്കും. ഛേ എന്തോ എവിടെ വെക്കാം എന്ന് പറഞ്ഞ ഹീറോയിൻ്റെ ഇവിടെ വെച്ച് ഇവൾ കണ്ടുപിടിക്കാമെന്ന് ഒരു പ്ലേസിൽ ഒന്നിപ്പിച്ച്. ഇത് ഹീറോയിൻ നോക്കി തന്നെ ഒരു ചിരി ചിരിച്ചായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടാ ഞാൻ പോകുന്നത്. മോളെ പറഞ്ഞേക്ക് ചേട്ടൻ പോയിട്ട് വരാം. ചേട്ടൻ എനിക്ക് എന്ത് വേണോ? എന്ത് വേണോ? വരുമ്പോൾ എനിക്ക് ചോക്ലേറ്റ് വെനില ഐസ്ക്രീം കൊണ്ടുപോവാ ചേട്ടാ എന്ന് പറഞ്ഞു. ശരി ശരി ഞാൻ വരുമ്പോൾ എനിക്കൊരു സൂപ്പറായിട്ട് ഒരു കേക്ക് വാങ്ങും. ആ കേക്കൊക്കെ എന്തെങ്കിലും സാധനം വേണം, ഇതാ ലിഫ്റ്റ് എന്നെ കൊടുത്തായിരുന്നു. ഓൾറെഡി എരി ചേച്ചിട്ടുണ്ട്. അറിയൂ ചേട്ടാ ഈ കേക്ക് വന്നു. തൊട്ട് പോകാൻ പാടില്ല മനസ്സിലായ? അങ്ങനെയായിട്ട് പറഞ്ഞ് ഹീറോയുടെ ചേട്ടൻ ട്രിപ്പ് പോയായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ. അത് ഒരു പ്ലേസിൽ ഇങ്ങനെ ചെക്കിങ് ചെയ്യാൻ വേണ്ടി ഒരു കണ്ടുപിടിക്കാൻ വേണ്ടി പോയായിരുന്നു. അപ്പോൾ രക്ഷപ്പെട്ടു, ഈ ചേട്ടൻ പോയി കളഞ്ഞു. ഹീറോയുടെ ഫ്രണ്ട് ഓടി വന്നായിരുന്നു. മച്ചി നീ എവിടേക്കാടി പോയത്? 2 ഫ്രണ്ട്സിനോടൊപ്പം. മച്ചി എൻ്റെ ഉമ്മ വിളിച്ചതാ, എൻ്റെ മമ്മി വിളിച്ചതാ. ഇങ്ങനെ 2 പേർ ഫ്രണ്ട്സ് പറയായിരുന്നു. എവിടെയാ അവൻ? അതിലൊരു ബോയ് ഉണ്ടായിരുന്നു. എന്തടി പ്രശ്നമോ? പ്ലീസ് ടാ എനിക്ക് അയച്ചടാ. ശരി അയച്ച. ഇതാ 1 മിനിറ്റ് കണ്ടോ, ഇങ്ങനെ ഇപ്പം ഞാൻ വരാം. ഇങ്ങനെ പിടിച്ചു ഒരു കല്ലെടുത്തു. ആ കല്ലെടുത്ത് ഞാൻ പൂച്ചയായി മാറട്ടെ എന്നെ ഹീറോയി പറഞ്ഞു. അത് മതി ഫോട്ടോത്തിൽ മതി സോപ്പത്തിലിടുന്നത്. എങ്ങനെയുണ്ട് എൻ്റെ സ്റ്റൈല് എന്ന് ചോദിച്ചു. 2-3 പ്രാവശ്യം ഷാക്കായി. അയ്യ പൂച്ചായി മാറിയല്ല ആയിഷ, അത് എങ്ങനെയുണ്ട് പൂച്ചയായത്? ഞാൻ എങ്ങനെയുണ്ട് കാണാൻ സുന്ദരനായില്ലേ സുന്ദരിയായില്ലേ എന്ന് ഹീറോയിൻ്റെ ഫ്രണ്ടൊക്കെ കേട്ടായിരുന്നു. ഉമ്മൊക്കെ ഷാക്കായത്. എങ്ങനെയാണ് നീ പൂച്ചയായത് മാറി? ആരോട് പറയണ്ട ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് 4 പേർക്ക് കേൾക്കും, മറ്റാർക്കും കേൾക്കില്ല. പ്ലീസ് ഡി മച്ച് പ്ലീസ് ഡാ നിങ്ങൾ 3 പേരെ എനിക്ക് പ്ലീസ് ഹെൽപ്പ്. എനിക്ക് ജിമ്മിൻ്റെ ആ റൂമൊക്കെ പോകണോ പ്ലീസ് എന്ന് പറയായിരുന്നു. അതെ ഫോട്ടോയിൽ കാണുന്നു അതെയാണ് ജിമ്മിനുള്ള വീട്. പ്ലീസ് ഹെൽപ്പ് ചെയ്യും പ്ലീസ് പ്ലീസ് എനിക്ക് കണ്ണു കെട്ടി. അയ്യോ പൂച്ചാട്ടി എന്തു ക്യൂട്ടടാ ഹീറോയിൻ മമ്മി കൊഞ്ചായിരുന്നു. പോ മമ്മി അങ്ങനെ ഒന്നും കൊഞ്ചണ്ട. ശരി ഞാൻ പോയിട്ട് വന്നാൽ നിങ്ങൾക്ക് മർമൂനും കൊണ്ടുവരാം. ഇത് കേട്ടോ ഹീറോയിൻ മമ്മിക്ക് അമ്മു മർമൂനാ. ശരി ഓക്കെ പോ. എന്താണ്ട് ഇങ്ങനെ പറയണേ? മർമൂന് പറഞ്ഞാൽ നിങ്ങൾ അച്ഛ കടി കാട്ടുന്നേ പിന്നെ ചോദ്യമായിട്ട് കാട്ടണം ഞാൻ. പോ മർമൂനെ കൊണ്ടുവരട്ട്. എന്താണ്ട് ഇങ്ങനെ പറയുന്നേ? ഇവിടെ ചൈൽഡേഴ്സ് വന്ന മാഫിയ കൊയിൻ പറയോ? ചൈൽഡേഴ്സ് മാഫിയ കൊയിൻ പോടിയേ ഇങ്ങനൊന്നും പറയണ്ട എന്നെ പോ എന്ന് പറഞ്ഞ് ചിമ്മിൻ്റെ ഹീറോയിൻ മമ്മി. ശരി നീ ഇവിടെ നിന്ന് പോയിക്കോ എന്ന് ഹീറോയിൻ നടന്നു വന്ന് ലാ അവരെല്ലാം അടിച്ച് നോക്കാൻ തുടങ്ങി. ലാ ഓ ഇതാണ് ജിമ്മിൻ്റെ റൂം, ഇങ്ങനെ പോവാ എങ്കിൽ ഇന്ന് ഒരു പൂച്ച പോയി ഹീറോയിൽ പോയിട്ട് ഒരു ഇങ്ങനെയൊക്കെ എങ്ങനെ കയറി. അപ്പോൾ രക്ഷപ്പെട്ടു. ഒരാരില്ല. ഈ അങ്കിൾക്ക് എൻ്റെ ഓച്ചുപട നന്നായിട്ട് ഉറങ്ങായിരുന്നു. ഓ അറിയോ അങ്ങനെ മെല്ലെ ജിമ്മിനോട് ഫോണിൽ സംസാരിച്ച് വേണ്ടിയിട്ട് വരായിരുന്നു. ആറും എവിടെ ഉള്ളത്? ഇല്ലടാ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടായിട്ട് വരാടാ, കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ പോയിട്ടുണ്ടടാ ജിമ്മിന് പറയുന്നത്. അപ്പോൾ വി എവിടെടാ? അവരെല്ലാം ഉറങ്ങാനോ ഷുഗ? അവനെ ഉറക്കുന്ന ബാക്കി എംബസോടെ കിച്ചണിൽ പോയിട്ട് തല്ലുണ്ടാക്കുക. ജിമ്മിന് വെളിയിലുണ്ടായിരുന്നു. ജിമ്മിന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ജിമ്മിൻ്റെ കാലിൽ എന്തോ തൊടുന്നു മറിയായിരുന്നു. തിരിഞ്ഞു ബാക്കി നോക്കുമ്പോൾ ഉച്ചായിരുന്നു.
എവിടെ നിന്നായി പൂച്ചക്കുട്ടി വന്നത്? ഹായ് ക്യാറ്റ്, ക്യൂട്ടായിരുന്നു. ജിമിൻ പിടിച്ചു പച്ചക്കെന്ന് കണ്ണത്ത് കിസ് അടിച്ച്. ഇതേടെ പൂച്ച ആ കിസ് അടിച്ചാണ് ജിമിന. ഞാൻ ക്യൂട്ടായിട്ടുണ്ടല്ലോ ജിമിനാന്ന് മനസ്സിലൊക്കെ പറയാ. ജിമ്മിനെ നോക്കി സൈറ്റ് അടിക്കാം. അങ്ങനെ ജിമ്മിനെ അടുത്താണ് പൂച്ച അടുത്തോണ്ട് ഇങ്ങനെ പോയായിരുന്നു. ജിമ്മിനെ ടച്ച് ചെയ്ത് ജിമ്മിനെ ടച്ച് ചെയ്തെന്ന് പൂച്ച മിയാവ് മിയാവ്. ജിമ്മിനിക്ക് മിയാവ് മാത്രം കേൾക്കാം. ജിമ്മിനൊക്കെ കേട്ട് ഭയങ്കര ഹാപ്പിയായി. ജിമ്മിൻ റൂമിൽ കൊണ്ടുപോയായിരുന്നു. അങ്ങനെ ജിമ്മിൻ ശരി ഞാൻ കുളിക്കാൻ പോവാം. എന്നാൽ ജിമ്മിൻ്റെ ഡ്രസ്സ് നോക്കിയായിരുന്നു. അയ്യോ ഡ്രസ്സ് മൊത്തം കണ്ണ് കൈ വെച്ചായിരുന്നു. ഈ പൂച്ച എന്തായാലും കാട്ടുന്നത് ജിമ്മിനിരിക്കും എന്തെല്ലാം മണ്ടത്തരം കാട്ടുന്നത്. അങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ ബാത്റൂം പോയായിരുന്നു. അപ്പോൾ പോയി ഞാൻ ഒന്നും നോക്കില്ല. അങ്ങനെ ജിമ്മിൻ കുളിച്ച് ഫ്രഷായിട്ട് ഒരേ ഡ്രസ്സ് ഇട്ടുമായിരുന്നു. ജിമ്മിൻ്റെ ബോഡിയൊക്കെ കിടന്നായിരുന്നു. ഒരു കുട്ടി ഷോർട്ട് പാൻറ്റ് ഇട്ടായിരുന്നു. ഇവിടെ കാണുന്ന അയ്യോ ബസ്സിലല്ല കാണുന്ന. അയ്യോ ഞാൻ നോക്കി ജിമ്മിന് വന്നായിരുന്നു. നീ കുളിച്ചായിരുന്നോ? ശരി വാ നിന്നെ ഞാൻ കുളിപ്പിക്കുക. വേണ്ട വേണ്ട ഞാനൊരു കേള എന്നെ കുളിപ്പിക്കണ്ട. അയ്യോ എന്നെ ടച്ച് ചെയ്യണ്ട. പൂച്ച ഓടി വന്ന് ജിമ്മിനിക്ക് ഷോക്കായിരുന്നു. ഇതൊക്കെ എന്ത് പറ്റി? അയ്യോ ഞാൻ ടച്ച് ചെയ്യരുതേ എന്ന് പറഞ്ഞ് ഒറ്റ പോയി. ശരി വാ ജിമ്മിൻ്റെ അടുത്ത് വന്ന് കെട്ടി പിടിച്ച് പറഞ്ഞു. ജിമ്മിന് ഉറങ്ങും. ജിമ്മിന് വാള പറഞ്ഞു മീയാണ് ജിമ്മിന് നോക്കാറോ ജിമ്മിന്. ശരി ഓക്കെ എന്നാൽ ജിമ്മിന് കണ്ട് കഥയിരുന്നത് ആരോട് സംസാരിക്കാൻ. ജിമ്മിനിക്ക് ഒരു കോൾ വന്നത് ഒരു ഗേളായിരുന്നു. അത് കണ്ട് ഹീറോയ്ക്ക് സാഡായിരുന്നു. അപ്പോൾ ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ജിമ്മിനിക്ക് ഫോൺ കാണുമ്പോൾ ജിമ്മിനിക്ക് ടെൻഷനായിരുന്നു. ഹലോ എന്താ? ജിമ്മിനിക്ക് ആ പെണ്ണൊക്കെ ടെൻഷൻ. ജിമ്മിന് പറയായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ജിമ്മിനിക്ക് ടെൻഷനായി. ഇവളൊക്കെ വെച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇവളെ മണി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവളെപ്പോൾ ബ്രേക്കപ്പ് ചെയ്യാം? ഇവളെന്നെ പൊട്ടിയോടിരിക്കുക. ഗേൾ ഫ്രണ്ട് പറഞ്ഞ റിയൽ ഗേൾ ഫ്രണ്ട് എന്തല്ല എന്നെ ടോർച്ചർ ചെയ്യുക ഇവളെ. എനിക്ക് മനസ്സിൽ പിടിച്ച പോലെ ഒരു ഗേളും കിട്ടിയിട്ടില്ല. എൻ്റെ ലൈഫ് എങ്ങനെ പോകും എനിക്കും അറിയില്ല. അത് ജിമ്മിന് സാഡായിരുന്നു. ജിമ്മിന് ഉറങ്ങിയ പിന്നെ ഹീറോ വെളിയിൽ പോയിരുന്നു. ഹീറോ മിയോ എന്ന് പറഞ്ഞ് സാഡായിരുന്നു. 2 കാള് കാണാൻ തുടങ്ങിയായിരുന്നു. ഇത് ബാക്കി നോക്കുമ്പോൾ ഷാക്ക ഹീറോയ്ക്ക്. അയ്യോ ചേട്ടന് അയ്യോ ഓടിക്കോന്ന് ഒറ്റോട്ടോ. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടനായിരുന്നു. അവിടെ ഫോൺ സംസാരിച്ചായിരുന്നു. എടാ നമുക്ക് പോയ ഫ്ലൈറ്റ് അടച്ചേ മുങ്ങിപ്പോയിടാ. എന്ത് ഫ്ലൈറ്റ് അട എന്തായിടാ? ഇനി നമുക്ക് പോയിട്ടൊരു കാര്യമില്ല. ഞങ്ങൾ പെരുക് വന്നതാ. എന്നെ ഹീറോയുടെ ചേട്ടൻ്റെ ഫ്രണ്ടിലോട് ഓടിപ്പോയി മമ്മി എന്നെ മനുഷ്യനായി മാറ്റി. എന്ത് പറ്റി? ചേട്ടൻ വന്നു എന്ന് പറയായിരുന്നു. എന്ത് പറ്റി? ചേട്ടൻ വന്നു എന്നെ പോയി മനുഷ്യനായി മാറി.